ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമാന്യയിൽ കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, പ്രിയപ്പെട്ട ദൈവ പൈതലെ, ദൈവശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി മാറുക. ഒരുപക്ഷെ ദൈവശബ്ദം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ്റെ വാക്കുകൾ പലരും കോട്ടിക്കളയുകയും പരിഹാസ വിഷയമാക്കുകയും ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആകുലപ്പെടാതെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനനുസരിച്ച് ചുവട് വെക്കുന്നവരാകുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ചുവട് വെക്കുന്ന ദൈവഭക്തന് വേണ്ടി മറ്റാർക്കും ലഭിക്കാത്ത ശ്രേഷ്ഠകരമായ കരുതലുകൾ ദൈവം ഒരുക്കി നമ്മെ മാനിക്കുമെന്ന് തിരുവഴുത്തിലൂടെ നമ്മോട് ഇടപെടുമ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കുന്നവരും അനുസരിക്കുന്നവരുമായി മാറാം. നമുക്ക് വളരെ സുപരിതമായ വ്യക്തിയാണ് നോഹയെക്കുറിച്ച് തിരുവചനം പറയുന്നത്. ജലപ്രളയത്തിൽ രക്ഷപ്പെട്ട കുടുംബമാണ് നോഹയുടേതും കുടുംബമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നോഹ പെട്ടകമൊരുക്കുകയും ജനത്തോട് വരുവാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് വിളിച്ചു പറയുകയും ചെയ്തു. എന്നാൽ നോഹയെ അവർ ഭോഷനെന്നെണ്ണി വെളിവില്ലാത്തവനെന്ന് പറഞ്ഞെങ്കിൽ പ്രളയം വന്നപ്പോൾ നോഹയും കുടുംബവും ദൈവത്താൽ ഒരുക്കപ്പെട്ട ജീവജാലങ്ങൾ സുരക്ഷിതമായി പെട്ടകത്തിനകത്തൊരുക്കി പ്രതിസന്ധിയുടെ നടുവിൽ അവരെ സുരക്ഷിതമായി ദൈവം സൂക്ഷിച്ചെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ച് അവരുടെ യാത്രയ്ക്ക് വിരാമം കുറിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ ഉപേക്ഷിക്കാത്ത, ദൈവവചനം അനുസരിക്കുന്ന ദൈവഭക്തനെ ഉയർത്തുന്ന, ദൈവവചനം അനുസരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ മാനിക്കുന്ന, അവരെ അനുഗ്രഹമാക്കുന്ന ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ച് ഓർപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്നവരുടെ നടുവിൽ, ലൗകിക മോഹങ്ങൾക്കകത്ത് മുഴുകി ജീവിക്കുന്നവരുടെ നടുവിൽ, പാപം പലതും പാപമല്ലാതെ ജീവിക്കുന്നവരുടെ നടുവിൽ വ്യത്യസ്തരായി മാറാൻ കർത്താവ് നമ്മെ തിരയുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമായി മാറുവാൻ തിരയുക. ഭൗതിക നന്മകളുടെ പിന്നാലെ പായുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനം അനുസരിക്കുന്നവരും കർത്താവിനെ കാത്തിരിക്കുന്നവരുമായി മാറുവാൻ നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ള ദൈവഭക്തനെ, നോഹയെ കുടുംബത്തെയും പോലെ, നോഹയെപ്പോലെ ഏൽപ്പിച്ച ദൗത്യത്തെ വിശ്വസ്തയോടെ ചെയ്യുന്നവരാകുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായി ഏതവസ്ഥയിലും സംരക്ഷണ ചെയ്യുന്ന, ഏതവസ്ഥയുടെ നടുവിലും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വൻകരത്തെ കാണാൻ ഇടയാകും. നോഹയെയും കുടുംബത്തെയും അരാരാത്ത് പർവ്വതത്തിൽ 5 മാസക്കാലത്തിന് ശേഷം സുരക്ഷിതമായി ഉറപ്പിച്ച് അവിടെ നിന്ന് അവർ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നോഹയും കുടുംബത്തെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാനിടയായെങ്കിൽ, ആ വർധനവ് നൽകി അനുഗ്രഹിച്ച, സുരക്ഷിതമായി പരിപാലിച്ച കർത്താവിൻ്റെ ബലമുള്ള കരം ഇന്നുമുണ്ട്. കർത്താവിൻ്റെ പാതാരങ്ങൾ നമുക്ക് താണിരിക്കാം. ദൈവ തിരുമുഖത്തേക്ക് നോക്കി ജീവിത വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ വേഗം വരാൻ പോകുന്ന കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറാം. ആകുലതകളും ആശങ്കകളും ഭാരങ്ങളും ഒക്കെ വിട്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ യാത്ര ചെയ്യുന്നവരായി മാറാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നോഹയെ ഉറപ്പിച്ച കർത്താവ് നമ്മെയും ഉറപ്പിച്ച് മാനിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ.